കഴിഞ്ഞ ദിവസത്തെ ഏറെ വൈറലായ ഒരു അഭിമുഖമുണ്ടായിരുന്നു. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനും IPL ലക്നൗ സൂപ്പർ ജയൻസ് ഓൾറൗണ്ടറുമായ അർജുൻ ടെണ്ടുൽക്കറുമായുള്ള ശുഭാങ്കർ മിശ്രയുമായുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു അത്. അർജുൻ്റെ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ പരിഭ്രമവും ഉത്തരങ്ങളിലെ സത്യസന്ധതയും കൊണ്ട് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് ഈ അഭിമുഖം. അർജുൻ ടെണ്ടുൽക്കർ ഇത്രയും സിമ്പിളായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ലോൺലിനെസ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെ ഈ അഭിമുഖത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഷെയർ ചെയ്തും ഇമോഷണൽ BGM ഇട്ടുമൊക്കെ ആരാധകർ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുമുണ്ട്. താരസമ്പന്നത ഉള്ളതിനാൽ മുംബൈ ഇന്ത്യൻസിൽ സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കാതിരുന്ന അർജുനെ ഈ IPL സീസണിന് മുന്നോടിയായിട്ടാണ് LSG ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയത്. ശരിക്കും ഇത് തന്നെ ഒരു കൗതുകമായിരുന്നു. നമുക്കറിയാം, നമ്മൾ മുമ്പൊരിക്കലൊരു എപ്പിസോഡിൽ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. സച്ചിൻ്റെ മകനായതിനാലും സച്ചിൻ മുംബൈയുടെ തുടക്കം മുതലേയുള്ള ഐക്കൺ പ്ലെയറും മെൻറ്ററും ജീവനാഡിയും ഒക്കെ ആയതിനാലും സ്വാഭാവികമായും മുംബൈയിലേക്കുള്ള അർജുൻ്റെ വരവ് ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. മറ്റൊരു ടീമിലേക്കും അദ്ദേഹം പോവില്ലെന്നും കരുതിയിരുന്നു. കാരണം പ്രഥമ IPL തൊട്ടേ മുംബൈ ഡ്രസ്സിംഗ് റൂമിൻ്റെ കൂടി ഭാഗമായിരുന്നു അർജുൻ. 3-4 സീസൺ മുമ്പ് അർജുൻ കളിക്കാരനായി മുംബൈ ഇന്ത്യൻസിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൽ പ്രതീക്ഷകളും വലുതായിരുന്നു. എന്നാൽ അവസരങ്ങൾ വളരെ കുറച്ചേ അദ്ദേഹത്തിന് അവിടെ കിട്ടിയിരുന്നുള്ളൂ. അതോടെയാണ് വർഷങ്ങളുടെ നിരാശയോടെയുള്ള കാത്തിരിപ്പിന് ശേഷം അർജുൻ ഈ സീസണിൽ LSGയിലേക്ക് കൂടുമാറിയത്, മുംബൈയിൽ നിന്നും ചുവടുമാറ്റിയത്. അർജുനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരുപക്ഷെ അദ്ദേഹം കാത്തിരുന്ന ആ ഗോൾഡൻ ഇയർ ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞ മാസമാണ്. ലക്നൌവിനൊപ്പം പ്രതീക്ഷയുടെ അമിത ഭാരമില്ലാതെ കളിക്കാവുന്ന സൗകര്യവും ഇപ്പോഴുണ്ട്. സച്ചിനും അർജുനും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അച്ഛനും മകനുമാണ്. ഈ ഒരു ടാഗ്, അല്ലെങ്കിൽ സച്ചിൻ്റെ മകൻ എന്ന ടാഗ് തന്നെയാണ് മുംബൈയിൽ പച്ച പിടിക്കാൻ അർജുനെ മാറ്റി നിർത്തിയ ഏറ്റവും വലിയ ഘടകവും. ലോക ക്രിക്കറ്റിലെ ഇതിഹാസമാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന് നമുക്കറിയാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ്, ഏറ്റവും കൂടുതൽ സെഞ്ചുറി തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത റെക്കോർഡുകളുടെ തോഴനാണ്. കേവലം ഒരു ക്രിക്കറ്റ് താരം എന്നതിലുപരിയായി ആരാധകരുടെ വികാരമായി, ക്രിക്കറ്റ് ഒരു മതമാണെങ്കിൽ സച്ചിൻ അതിൻ്റെ ദൈവമായി മാറിയ ഒരു താര രാജാവാണ്. നടന്നുപോയ വഴികളിലെല്ലാം നായികക്കല്ലുകൾ സ്ഥാപിച്ച ലിറ്റിൽ മാസ്റ്ററാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനായ അർജുൻ ടെണ്ടുൽക്കറിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മറ്റ് ക്രിക്കറ്റർമാരെക്കാളൊക്കെ മാധ്യമ ശ്രദ്ധ കിട്ടിയ താരമാണ് അർജുൻ. ടീമിൽ എത്തുന്നതിന് മുമ്പും അല്ലാത്തപ്പോഴും ഒക്കെയും മീഡിയയുടെ ശ്രദ്ധ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. താരപുത്രൻ എന്ന സമ്മർദ്ദം അദ്ദേഹത്തിൽ അത്രയും കൂടുതലുണ്ടായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനെന്ന നിലയിൽ എല്ലാവരും അർജുൻ ടെണ്ടുൽക്കറുടെ കരിയറിലേക്കും ഉറ്റുനോക്കിയിട്ടുണ്ട്, ഇപ്പോഴും ഉറ്റുനോക്കുന്നുണ്ട്. അതാവാം പലപ്പോഴും അർജുൻ്റെ ഇത്ര കാലവുമുള്ള കരിയറിലെ ഏറ്റവും വലിയ സമ്മർദ്ദഘട്ടം. പല സീസണുകൾ മുംബൈക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും വെറും 5 മത്സരം കളിക്കാനുള്ള ഭാഗ്യമേ അർജുന് മുംബൈക്ക് ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഓരോ മത്സരത്തിലുമുള്ള അർജുൻ്റെ പ്രകടനം ഭൂതക്കണ്ണാടി ഉപയോഗിച്ചായിരുന്നു ആളുകൾ നോക്കിക്കണ്ടിരുന്നതെന്ന് നമുക്കറിയാം. മറ്റു മത്സരങ്ങളിലെല്ലാം വാട്ടർ ബോയ് ആയിട്ടായിരുന്നു മുംബൈക്കൊപ്പമുള്ള അർജുൻ്റെ സേവനം. IPL ഈ സീസണിന് മുമ്പായി നിലവിലെ പ്രതിഫലമായ 30 ലക്ഷം രൂപയ്ക്കാണ് അർജുൻ LSGയിലേക്ക് ചേർന്നത്. റീറ്റെയിൻ ചെയ്യാനുള്ള പട്ടിക പുറത്തിറക്കുന്നതിന് മുമ്പുള്ള പ്ലെയർ ട്രേഡിലൂടെയായിരുന്നു അർജുൻ്റെ കൂടുമാറ്റമുണ്ടായത്. ലക്നൌവിൽ എത്തിയതോടെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ അർജുൻ ടെണ്ടുൽക്കർ. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസമായിരുന്നു അർജുൻ്റെ വിവാഹം. വിവാഹത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ലക്നൗ പരിശീലന ക്യാമ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്തത്. പുതിയ ഫ്രാഞ്ചൈസിയിൽ അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുന്നതിനിടെ മൈതാനത്തിന് പുറത്തുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അർജുൻ വെളിപ്പെടുത്തിയത് ശുഭാങ്കർ മിശ്രയുടെ പോഡ്കാസ്റ്റിലാണ്. അതിലെ ചില ഉത്തരങ്ങളും കൗതുകരമായിരുന്നു. ക്രിക്കറ്റ് കളിക്കാരായ സുഹൃത്തുക്കൾ തനിക്കില്ല എന്നതാണ് അതിലെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ ഉത്തരങ്ങളിലൊന്ന്. ആ സംഭാഷണത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ ശുഭാങ്കർ ചോദിക്കുന്നു, എങ്ങനെയാണ് ഇത്ര ശാന്തനായിരിക്കാൻ കഴിയുന്നത്? അർജുൻ പറയുന്നു, എനിക്ക് ഗോവയിൽ 5 നായകളുണ്ട്, അവരോടൊപ്പം കളിച്ചാണ് ഞാൻ സമയം ചെലവഴിക്കുന്നത്. ശുഭാങ്കർ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാരായ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? അർജുൻ പറയുന്നു, എനിക്ക് ശരിക്കും ക്രിക്കറ്റ് സുഹൃത്തുക്കളേ ഇല്ല. എൻ്റെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ക്രിക്കറ്റ് കളിക്കുന്നവരെയല്ല. ശുഭാങ്കർ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ അവരോട് ക്രിക്കറ്റിനെ കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കാറുണ്ടോ? അർജുൻ പറയുന്നു, ഇല്ല, അവർക്ക് ക്രിക്കറ്റിനെ കുറിച്ച് വലിയ അറിവില്ല. ശുഭാങ്കർ പിന്നെ ചോദിക്കുന്നു, നിങ്ങൾ വിമർശനങ്ങളെ പേടിയുണ്ടോ നിങ്ങൾക്ക്? അർജുൻ പറയുന്നു, ഇല്ല, എനിക്കില്ല. ശുഭാങ്കർ മിശ്ര പല സമയത്തും അർജുനിൽ നിന്നും ഉത്തരങ്ങൾ കിട്ടാൻ പാടുപെടുന്ന ഒരു അവസ്ഥയും ഈ അഭിമുഖത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സച്ചിനെ കൂടാതെ ആരാധിച്ചിരുന്ന താരം ആരാണ് എന്ന ചോദ്യത്തിന്
അർജുൻ പറയുന്ന ഉത്തരം യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗിൻ്റെ പേരാണ് പറയുന്നത്. യുവരാജിൻ്റെ ബോളിംഗ് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അർജുൻ മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ഒരു സ്പിന്നറായിരുന്നു, ഞാനൊരു പേസറാണെന്ന്. യുവരാജിന് കീഴിൽ അല്പനാൾ പരിശീലനം നടത്താൻ സാധിച്ചത് തൻ്റെ ഭാഗ്യമാണെന്നും ഈ അഭിമുഖത്തിൽ അർജുൻ പറയുന്നുണ്ട്. യുവരാജിൻ്റെ പിതാവായ യോഗരാജ് സിംഗിന് കീഴിൽ കഴിഞ്ഞ ഒരു വർഷത്തോളം അദ്ദേഹം പരിശീലനം നടത്തിയിരുന്നു. അതിനൊപ്പം തൻ്റെ കരിയറിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പിതാവുമായുള്ള സച്ചിനുമായുള്ള താരതമ്യങ്ങളെക്കുറിച്ചുമെല്ലാം അർജുൻ ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. സച്ചിൻ്റെ മകൻ എന്ന നിലയിലുള്ള സമ്മർദ്ദത്തെ എങ്ങനെ നേരിടുന്നു എന്ന ചോദ്യത്തിന് മറ്റുള്ളവരുടെ താരതമ്യങ്ങളിലോ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളിലോ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് എൻ്റെ പാഷന് വേണ്ടിയാണ്, അല്ലാതെ ആർക്കു മുന്നിലും ഒന്നും തെളിയിക്കാൻ വേണ്ടിയല്ല. കഠിനാധ്വാനം ചെയ്യുക, കളി ആസ്വദിക്കുക എന്ന പ്രക്രിയയിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധ എന്നാണ് അർജുൻ പറയുന്നത്. താൻ തിരഞ്ഞെടുക്കാത്ത താരതമ്യങ്ങൾ തന്നെ വേട്ടയാടുമ്പോഴും അതിനെ മാനസികമായി എങ്ങനെ നേരിടുന്നു എന്നതിനും അർജുന് മനോഹരമായ മറുപടിയുണ്ട് ഈ അഭിമുഖത്തിൽ. തൻ്റെ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുകയും കളിക്കളത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് 26-കാരനായ അർജുൻ പറയുന്നു. 2021 മുതൽ 2025 വരെ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്നിട്ടും അർജുന് വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. മികച്ച സ്വിംഗ് ബോളിംഗ് പുറത്തെടുത്തിട്ടും മുംബൈ ടീം തന്നെ ബെഞ്ചിലിരുത്തിയതിനെ കുറിച്ച് അർജുൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ അവസരങ്ങൾ ലഭിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ആർക്കാണ് തോന്നാത്തത്? ആരും ബെഞ്ചിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കഠിനാധ്വാനം തുടരുക എന്നത് മാത്രമാണ്. അവസരം ലഭിക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്നായിരുന്നു അർജുൻ്റെ മറുപടി. അതുപോലെ ഇഷ്ട ഓൾറൗണ്ടറായി ബെൻ സ്റ്റോക്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഹെഡിംഗ്ലി ഇന്നിങ്സിനെ കുറിച്ചും അർജുൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിനൊപ്പം ആദ്യ IPL വിക്കറ്റ് ആരുടേതാണ് എന്ന് ഓർമ്മയുണ്ടോ എന്ന ചോദ്യത്തിന് ഭുവനേശ്വർ കുമാറിൻ്റെ വിക്കറ്റാണ് എന്ന് പറയുന്ന അർജുനോട് അഭിമുഖം നടത്തുന്ന ആൾ ഭുവനേശ്വർ കുമാർ മുമ്പ് സച്ചിൻ്റെ വിക്കറ്റ് എടുത്ത കാര്യം ഓർമ്മയുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. നമുക്കറിയാം, ഭുവനേശ്വർ കുമാർ ആഭ്യന്തര മത്സരത്തിൽ സച്ചിനെ ഡക്കിന് പുറത്താക്കിയ ബോളറാണ് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തിൽ. അപ്പോൾ ആ ഒരു ഓർമ്മ അവതാരകൻ ഈ നമ്മുടെ അർജുൻ ടെണ്ടുൽക്കറോട് ചോദിക്കുമ്പോൾ അതൊന്നും തനിക്കറിയില്ല, എനിക്കിപ്പോൾ നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് എനിക്കത് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങൾ പറയുമ്പോഴാണ് എന്നായിരുന്നു അർജുൻ ടെണ്ടുൽക്കറുടെ മറുപടി. ഇതിനിപ്പം തനിക്ക് സംഭവിച്ച പരിക്കിനെ കുറിച്ചും സ്ട്രെസ് കാരണം ഏതാണ്ട് ഒരു വർഷത്തോളം ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിനെക്കുറിച്ചും എല്ലാം തൻ്റെതായ പതിഞ്ഞ സ്റ്റൈലിൽ അർജുൻ പറയുന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ എന്ന നിലയിലേക്ക് മാത്രമായി അർജുൻ ഒതുങ്ങിപ്പോയിരുന്നു ഒരു ഘട്ടത്തിൽ എന്ന് നമുക്കറിയാം. മുംബൈ ഇന്ത്യൻസ് അർജുനെ ടീമിൽ എടുത്തത് സച്ചിൻ്റെ മകൻ ആയതിനാൽ മാത്രമാണെന്നും ഉള്ള പരിഹാസങ്ങളും ഇടയ്ക്ക് അദ്ദേഹത്തിന് ഏറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ മുംബൈ ഇന്ത്യൻസ് വിട്ട് ലക്നൌവിലേക്ക് എത്തിയതോടെ ഈ വിമർശനത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ അർജുന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ലക്നൌവിൻ്റെ പ്ലേയിങ് 11-ൽ അർജുന് അവസരം ലഭിക്കുമോ എന്ന കാര്യം ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ അവസരം ലഭിച്ചാൽ ഏറ്റവും മികച്ച പ്രകടനത്തോടെ കസറാൻ അർജുന് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിന് അവസരം കിട്ടാനുള്ള സാധ്യത അവിടെ തെളിഞ്ഞു കിടപ്പുണ്ട്. അതിനൊപ്പം അർജുൻ്റെ ഈ ഒരു അഭിമുഖം വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം ഈ അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഒക്കെയും ചെറിയ ചെറിയ റീലുകളായും അതുപോലെ തന്നെ BGM-ഉമായും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്.